ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ പോയ പുതിയ ചാനൽ രണ്ടാമത്തെ പാർട്ട് ഇടാന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ പാർട്ടായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു അത് പരിചയപ്പെടുത്താനൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് എനേബിൾ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ മേടിച്ച സാധനങ്ങൾ എന്നാന്നൊക്കെ പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. അപ്പം ചാനലിലേക്ക് വരുന്നവർ ബൈ ബൈ ഗൈസ്. ആദ്യം എന്ന് പറയുകയാണെങ്കിൽ ക്യാമറ ലൈറ്റ്. അപ്പം ആദ്യത്തെ പറയുകയാണെങ്കിൽ ഒരു പോപ്കോൺ ആണ് സ്പൈസിയുടെ. ഇത് ക്രിസ്റ്റലിന്ന് വാങ്ങിയ ഒരു പോപ്കോൺ ആണ്, എരിവുള്ള സ്പൈസി. അതിന്റെ പേരെന്താന്ന് പറയാ? ചില്ലി സർപ്രൈസ് ചില്ലി സർപ്രൈസ് എന്നാണ് പറയണത്. ഫ്ലേവർ അങ്ങനെ തിന്ന വായിക്കോടെ തീ വരുന്നില്ല കേട്ടോ, അതല്ല സർപ്രൈസ്. ഇതിന് നല്ല എരിവ് കാട്ടണം, അതാണ് ചില്ലി സർപ്രൈസ് എന്ന് കൊടുത്തേക്കണേ. നല്ല എരിവുകളാണ്. അപ്പം അടുത്തത് കാണിച്ചു തരാം. അടുക്കളയിലേക്ക് വാങ്ങിയൊരു സാധനമാണ്. എന്നാ അതിൻ്റെ മുകളിൽ റെക്കാൻ കുക്കെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം കാശ്മീരിൻ ചില്ലി പൗഡർ, കാശ്മീരിൻ മുളക്, കാശ്മീരി എന്തെങ്കിലും ആട്ടെ ഗൈസ്. അപ്പം ഇതാണ് കാശ്മീരി മുളക് പൊടി. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഹിന്ദിയിൽ. അപ്പം ഇത് അത്യാവശ്യം എരിവില്ലാത്തതാണ്. 250 ഗ്രാം ആണ് ഇതിന് വരുന്നത് കേട്ടോ പൈസ. അപ്പം ഇവിടെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 225 പക്ഷെ ഇവരത് പകുതി വിലക്കാണ് തരുന്നത്. അപ്പം ഞാൻ അടുത്തത് കാണിക്കാം. ബിരിയാണി റൈസാണ്. അപ്പം ഇത് വാപ്പി നോക്കി മേടിച്ചതാണ് ബിരിയാണി റൈസ്. ഇവിടെ സുൽത്താൻ ബിരിയാണി. ഇത് ക്രിസ്റ്റലിന്ന് എടുത്താണ് സുൽത്താൻ ബിരിയാണി എന്ന് കൊടുക്കുന്നത്. അതെ ഇത് മൊത്തം നോക്കുവാണ്. ഇത് ഇതുണ്ടോ, ഇതിൻ്റെ കൂടെ ബിരിയാണിക്കുള്ള എല്ലാ കൂട്ടും ഉണ്ട് കേട്ടോ. ഇത് അതിന് മരുന്നോ അത് ഈസ്റ്റ് പൊടിയോ അങ്ങനെ എന്താണ്ടോ, വെളിച്ചെണ്ണ എന്തോ ഒരു സാധനമാണ്. ഇങ്ങനെ ബിരിയാണിക്ക് ചേർക്കാനുള്ള എല്ലാ സാധനവും. റൈറ്റും ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുവാണ് ഗൈസ്, ഞാൻ നോക്കട്ടെ കേട്ടോ ഗൈസ്. MRP ഇവിടെ MRP എഴുതിയിട്ടുണ്ട് പക്ഷെ വില കൊടുത്തിട്ടില്ല. ഫ്രണ്ടിലാണോ നോക്കട്ടെ, ഫ്രണ്ടിൽ നോക്കാം. ഈ ലക്ഷണം വയസ്സ്. അപ്പം കുഴപ്പമില്ല, MRP കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇതാണ് മൂന്നാമത്തെ നമ്മുടെ ബിരിയാണി റൈസ്. അപ്പം അടുത്ത് കാണിക്കാം. പറഞ്ഞ ഉപ്പുമാവിൻ്റെ പൊടിയാണ് കേട്ടോ. റോസ്റ്റഡ് റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേറെ എന്ത് പപ്പടം പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം വറുത്ത റവ എന്ന് വെച്ചാൽ റോസ്റ്റ് റവ. ഇതിന്റെ ഗ്രാം 1 ഗ്രാമാണ് എന്ന് വെച്ചാൽ 1 kg. ഇപ്പൊ റേറ്റ് വരുന്നത് ഇതിനും MRP കൊടുത്തിട്ടില്ല. ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് MRP 98 റുപ്പീസ് 98 കേട്ടോ. അപ്പം ഇനി ഇതും കഴിഞ്ഞുള്ള ചലഞ്ചിനായിട്ട് എൻ്റെ ഇത്താത്ത മേടിച്ചാണ് ആൽബെല്ലിബെ. ഇതിൻ്റെ റേറ്റ് വരുവാണെങ്കിൽ ഗൈസ് പറയാം. ഇതിൻ്റെ റേറ്റ് 25 നോക്കട്ടെ. അത് കണ്ണുവന്നിരിക്കുക, കണ്ടുപിടിച്ചില്ലല്ലോ ഗൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് എടി ഇതാണ് റേറ്റ് കൊടുത്തേക്കുന്നത് 25 കേട്ടോ. 25. ഇതിൻ്റെ റേറ്റ് വരുന്നത് 25 മാറ്റാം. സ്റ്റാപ്ലർ പിന്നാണ്. ഇതങ്ങനെ പരിചയപ്പെടുത്താമെന്നില്ല. ഉച്ചയ്ക്ക് അത്യാവശ്യമുള്ള സാധനമാണ് സ്റ്റാപ്ലർ പിന്നെന്ന് പറയുന്നത്. അപ്പം കയറ്റാൻ നേരെ പൊട്ടിക്കാൻ കയറൂല ഗൈസ്. ഉള്ളി കയറ്റിയിട്ട് പിന്നെ അപ്പം സ്റ്റാപ്ലർ പിന്നെ അതൊട്ടും പൊട്ടിക്കല്ല കേട്ടോ. സ്കെയിലും ഇത് ഞാൻ മേടിച്ചേട്ടോ. അതാണ് എൻ്റെ ഇത്താത്താക്ക് വേണ്ടി മേടിച്ചതാണ്.
ഏതാ കമ്പനി? ക്യാമലിൻ. അപ്പം ക്യാമലിൻ്റെ കമ്പനിയാണ്. സ്കെയിലുണ്ട്, പ്രൊട്രാക്ടറുണ്ട്, അങ്ങനത്തെ സ്കെയിൽ എഴുതാട്ട് പ്രൊട്രാക്ടറും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതാട്ട്. ഇപ്പം ഡെയിലി സാധനമാണ്. അപ്പം ഇനി വേറെ കാണിക്കാം. വേറെ എന്ന് പറയുവാണിത് നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിന്റെ മീറ്റ് മസാലയാണ്. എന്ന് വെച്ചാൽ യൂണിറ്റ് ടെസ്റ്റിന്റെ മീറ്റ് മസാല, യൂണിറ്റ് ടെസ്റ്റിന്റെ മീറ്റ് മസാലയാണ്. വെച്ചാൽ പോത്തിറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കൂട്ടുന്ന മീറ്റ് മസാല. അപ്പം ഇതും 100 ഗ്രാമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഗൈസ് ഇതിൻ്റെ റേറ്റ് നോക്കട്ടെ. ₹48 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. 100 ഗ്രാം മീറ്റ് മസാല റേറ്റ് കൊടുക്കണേ കേട്ടോ ഗൈസ്. അപ്പം ഇത് മാറ്റാം. അപ്പോൾ ഗൈസ് ഇത് അടുത്തായിട്ട് വരുന്ന ഇറച്ചി മസാലയാണ്. ഇത് റെക്കോൺ കുക്കിൻ്റെ ആണ്. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് റോസ്റ്റഡ് ആണോ? ഇത് മീറ്റ് മസാലയാണ് ഗൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 100 ഗ്രാമാണ്. ഇനി റേറ്റ് നോക്കാം. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും റേറ്റ് ഇങ്ങനെ കൊടുക്കും. റേറ്റ് വരുന്നത് ചില റേറ്റ് വെക്കം കാണിക്കില്ലായിരിക്കും. 54 ഗൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മീറ്റ് മസാലയ്ക്ക് 54. അപ്പം പറഞ്ഞു റെക്കോൺ കുക്കിൻ്റെ മീറ്റ് മസാല, ഇറച്ചി മസാല. അപ്പം അടുത്ത് കാണിക്കാം. ഇത് നമ്മൾ കാണിച്ചതാണ്. അത് 2 മേടിച്ചായിരുന്നു മീറ്റ് മസാല. ഇത് മാറ്റാം. ഇതാണ് 2 കടലയും പരിപ്പുമാണ്. ഇതിൻ്റെ പരിപ്പിൻ്റെ റേറ്റ് വരുന്നത് 40. ഇതിൻ്റെ റേറ്റ് വരുന്നത് 61. കടലയ്ക്ക് 61, പരിപ്പിന് 40 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് വരുന്ന എള്ളെണ്ണയാണ്. ഇവിടെ വെക്കണം. എള്ളെണ്ണ എന്ന് വെച്ചാൽ നല്ലെണ്ണ. അപ്പം നല്ലെണ്ണയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 56. അപ്പം ഇതോട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പം അടുത്ത് വരുന്നത് കൽക്കണ്ടമാണ്. കൽക്കണ്ടത്തിൻ്റെ റേറ്റ് 15. കൽക്കണ്ടത്തിൻ്റെ റേറ്റ് 15 ആണ്. അപ്പം ഇത് യൂണിറ്റ് ടെസ്റ്റിന്റെ ചിക്കൻ മസാല. ഇത് യൂണിറ്റ് ടെസ്റ്റിൻ്റെ ചിക്കൻ മസാലയാണ്. ഇത് 100 ഗ്രാം. റേറ്റ് വരുന്നത് 50 ആണ് കേട്ടോ. ലാസ്റ്റ് പ്രാതലിന്റെ പുട്ടുപൊടി. പ്രാതൽ പുട്ടുപൊടി റേറ്റ് നോക്കുവാണെങ്കിൽ MRP 1 ഗ്രാമാണ് വരുന്നത്. MRP 86 ഗൈസ്. ഇത് റുപ്പീസ് വരുന്നത്. അപ്പം 86 അപ്പം ഇത് മാറ്റി ഗൈസ്. ഇതാണ് ഉമ്മച്ചിക്ക് വേണ്ടി മേടിച്ച പൗച്ച്. നല്ലൊരു പൗച്ചാണ്. അതെ ഉള്ളു തുറന്ന് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെക്കാം. സ്പീഡപ്പ് ആക്കല്ലേ പയ്യപ്പ. ഈ കളി തുറന്നതിനകത്ത് മൊത്തം സ്പോഞ്ചാണ്. 4-5 സ്പോഞ്ചുണ്ട്. അപ്പൊ അടുത്തായിട്ട് വരുന്ന സ്നിക്കേഴ്സ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 20. അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പൊ ഇതും എന്റെ ഈറ്റിംഗ് ചലഞ്ചിന് മേടിച്ച ഒരു ലൊട്ട് ചോക്കോപ്പയാണ്. ഇതിന് 15 രൂപയാണ് വരുന്നത്. 28 ഗ്രാമും മാറ്റാം. പിന്നെ 5 രൂപയുടെ 2 മഞ്ച്. 5 രൂപയുടെ 2 മഞ്ച് അത് മാറ്റാം. പിന്നെ ഓറിയോ പോലത്തെ ഒരു ബിസ്ക്കറ്റ് ആണ്. ഇതിന്റെ പേര് പൂവർ മാജിക്. അപ്പം റേറ്റ് വരുന്നത് ഇവിടെയാണ് റേറ്റ് 30 രൂപയാണ്. അല്ല സോറി ഗൈസ്. അപ്പം റുപ്പീസ് എടുക്കുന്നത് 44 രൂപയാണ് ഇതിൻ്റെ. അപ്പം മാറ്റാം. അടുത്തതും റെക്കോൺ കുക്കിൻ്റെ ഗരം മസാലയാണ്. റേറ്റ് വരുന്നത് 25 ആണ്. അപ്പം മാറ്റാം. പിന്നെ ഇത് എന്നാന്ന് അറിയില്ല, നോക്കട്ടെ. ഇത് ഏലക്ക പൊടിച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്. ചോളപ്പൊടി. ഇതോ ചോളപ്പൊടി. ഇത് ചോളപ്പൊടിയാണ്. സോറി, ഏലക്ക പൊടിച്ചുണ്ടാക്കിയത്. അതെ ഇവിടെ ഏലക്കയുടെ പടം കൊടുത്തിട്ടുണ്ട്. ഇത് ചോളപ്പൊടി 80 രൂപ. മാറ്റാം.
ഗൈസ് അപ്പം അതേ നേരത്തെ കാണിച്ച നല്ലെണ്ണ. ഗായ്സ് ഇതാണ് പറഞ്ഞ ഞങ്ങളെപ്പോൾ ക്രിസ്റ്റലിൽ പോയാലും ഉമ്മച്ചി ഇങ്ങനെ കുറേ സോപ്പ് മേടിച്ചു കൂട്ടും. ഇതാണ് അതിൻ്റെ രഹസ്യം. ഞങ്ങൾ ഇന്ന് സോപ്പിലാന്ന് തോന്നുന്നു ഓരോ ജീവിതമൊക്കെ അതാ ഇങ്ങനെ ഇരിക്കണം. കുറേ സോപ്പ് ഒരേപോലത്തെ കുറേ വെച്ചിട്ടുണ്ട്. അപ്പം മാറ്റാം. അപ്പം അടുത്തതായിട്ട് വരുന്ന പൗഡർ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയാണ് ഗൈസ്. 200 ഗ്രാം. റേറ്റ് വരുന്നത് റേറ്റ് 112 ആണ് കേട്ടോ. 112 റേറ്റ് മാറ്റാം. അടുത്തായിട്ട് വരുന്ന പഞ്ചസാരയുടെ റേറ്റ് 50 ആണ് ഗൈസ്. പഞ്ചസാരക്ക് റേറ്റ് വരുന്നത്. അപ്പം മാറ്റാം. അപ്പം അടുത്ത 100% കാശ്മീരിയൻ ചില്ലി പൗഡർ എന്നുവെച്ചാൽ കാശ്മീരി മുളക് പൊടി 250 ഗ്രാം. റേറ്റ് വരുന്നത് MRP 17 രൂപയാണ്. ഏത് 17 ഇതാ 117 ഡേറ്റ് എക്സ്പയറി ഡേറ്റ് കൊടുത്തേക്കണതാ. 117. ഇതാണ് ഗൈസ്. ഇത് MRP നേരെ 117. ചെറുതാണ്ട് മാറിയൊക്കെ പോണു ഗൈസ്. സോറി ക്ഷമിക്കുക. മാറ്റാം. ആയിട്ട് വരുന്നത് പരിപ്പ് 93 രൂപ. പിന്നെ വരുന്നത് യൂണിറ്റ് ടെസ്റ്റിന്റെ മീറ്റ് മസാല 100 ഗ്രാം. ഇതും നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു. ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ട് ഇത് മാറ്റിയുള്ളൂ. പിന്നെ കൽക്കണ്ടം നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു. സ്റ്റാപ്ലെയർ ബ്രഹ്മീൻസിന്റെ കാശ്മീരി മുളക് പൊടി ബ്രഹ്മീൻസ് വില വരുന്നത് എവിടെയാ? അതല്ല MRP ഇവിടെ കാണും. 150 വരെയാണ് ഈ കാശ്മീരി മുളക് പൊടിക്ക് വരുന്നത്. എല്ലാം കാശ്മീരിയാണ്. അടുത്ത വരുന്നത് മുളക് പൊടിയാ. പൊടി ഇങ്ങനെയൊക്കെ MRP 90 മുളക് പൊടി. ഒക്കെ മാറ്റാം. കുരുമുളകല്ല എള്ളാണോ? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതെന്നെ ഒന്ന് മനസ്സിലായി നിങ്ങൾക്ക്? എള്ളാടാ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ. ഞങ്ങൾക്ക് എള്ളാണെന്നാണ് റേറ്റ്. MRP വരുന്നത് റുപ്പീസ് വരുന്നത് 81 രൂപയാണ്. 100 രൂപയാണ് ഇതിന് വരുന്നത്. അടുത്തായിട്ട് വരുന്ന ഗോൾഗേറ്റ് ആണ്. ഗോൾഗേറ്റിൻ്റെ റേറ്റ് വരുന്നത് 76 ആണ്. അടുത്തൊരു ഗരം മസാല തന്നെയാണ്. ഗരം മസാലയ്ക്ക് 54 രൂപ ഇതിന്. അപ്പം അടുത്തത് ചിക്കൻ മസാല. ഇത് പരിചയപ്പെടുത്തിയായിരുന്നു. അടുത്തത് കടലയാണ്. MRP 77 രൂപയാണ് ഈ കടലയ്ക്ക് വരുന്നത്.